ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സ്വന്തം അമ്മ ഒരു പ്ലാനിട്ട് മകനെ ട്യൂഷന് വിടുക. അതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തായാലും ആ കഥയൊന്ന് കേൾക്കാം. മാഡം, എൻ്റെ പേര് റോഷൻ. +2-ന് എനിക്ക് കണക്കിന് മാർക്ക് കുറവായിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റ് കോട്ടയിൽ എനിക്ക് മാത്സ് തന്നെയാണ് ഡിഗ്രിക്കായിട്ട് എൻ്റെ മാതാപിതാക്കൾ തിരഞ്ഞെടുത്തത്. വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. നീ ഇത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും ആ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഡിഗ്രിയിൽ കൊണ്ടുപോയി തല വയ്ക്കേണ്ടി വന്നു. പക്ഷേ ഓരോ ദിവസവും ബുദ്ധിമുട്ടായിരുന്നു. 2-3 മാസം കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എടാ എങ്ങനെയുണ്ട് നിൻ്റെ ഡിഗ്രി പഠനം? പഠിത്തമൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാത്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. നിന്നെ മാത്സിന് പ്രത്യേകമായിട്ടൊരു ട്യൂഷൻ സ്ഥലത്ത് വിടാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രത്യേകമായ സ്ഥലത്തൊന്നും പോയിട്ട് ഇതുവരെ എനിക്ക് ഗുണമുണ്ടായിട്ടില്ല. ഇതങ്ങനെയല്ല, മാത്സ് അരച്ച് കലക്കി കുടിച്ച ഒരു ടീച്ചറാണ്. അവരടുത്ത് പോയി കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും. അല്ല, അതാരാ ടീച്ചർ? നിനക്ക് പുഷ്പ അറിയില്ലേ? ഏത് പുഷ്പ? നമ്മൾ അരി പൊടിപ്പിക്കുന്ന മില്ലില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആ ചേച്ചി. എനിക്കറിയാം, നല്ല സുന്ദരിയായ ഒരു ചേച്ചി. ചിലപ്പോഴൊക്കെ അമ്മ വരുമ്പോൾ സംസാരിക്കലോ. അവൾ ട്യൂഷൻ എടുക്കുന്നുണ്ടോ? അവൾ ഇതുവരെ ട്യൂഷനൊന്നും എടുത്തിട്ടില്ല. പക്ഷേ അവൾ PGക്കും റാങ്ക് ഹോൾഡറാണ് മാത്സിൽ. അവളോട് ഞാൻ പറഞ്ഞു, മോളെ നീ ട്യൂഷൻ തുടങ്ങ്. ആദ്യമായി ട്യൂഷൻ തുടങ്ങുന്നതിന് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരാളെ നിനക്ക് ഞാൻ അയച്ചു തരാമെന്ന്. അമ്മ എന്തായി കാണിക്കുന്നത്? എനിക്ക് അവരുടെ വീട്ടിൽ നിന്ന് പോയി പഠിക്കാൻ വയ്യ. അതെന്താണ് നിനക്ക് പഠിക്കാൻ വയ്യാത്തത്? നിൻ്റെ കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ ഇപ്പോൾ പറഞ്ഞല്ലോ ആ ചേച്ചി ഭയങ്കര സുന്ദരിയാണെന്ന്. സുന്ദരിമാർ പഠിപ്പിക്കുമ്പോൾ തന്നെ തലയിൽ കയറും. അത് ഈ പ്രായത്തിൽ ചെറുപ്പക്കാർക്ക് കിട്ടിയ ഒരു വരമാണ്. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? മോനെ, എടാ എൻ്റെ അടുത്ത് നിൻ്റെ മറിമായം വേണ്ട. രാവിലെ ഒരുങ്ങി കെട്ടി ഇവിടുന്ന് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഓർക്കും മാത്സ് പഠിക്കാൻ പോവുകയാണെന്ന്. നീ അവിടെ എന്തൊക്കെ വിക്രയകളാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി അച്ഛനോ ഞാനോ നിൻ്റെ പുറകെ ഒരു ദിവസം ഒന്ന് ഇറങ്ങിയാൽ മതി. കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകും. പെണ്ണുങ്ങളെ വായി നോക്കാനല്ലേടാ നീ പോകുന്നത് നേരത്തെ. അമ്മയെ കുമ്മയൊന്നും വിളിക്കണ്ട. നീ ഈ ട്യൂഷന് പോയേ പറ്റൂ. അവൾക്ക് ഞാൻ വാക്ക് കൊടുത്താണ്. കാര്യം, അവൾ കല്യാണം കഴിഞ്ഞ് വന്ന് 2-3 വർഷമായി. ഇതുവരെയും അവൾക്ക് ജോലിയൊന്നുമില്ല. ഭർത്താവ് ഗൾഫിലാണ്. പിന്നെ ഇത്രയും പഠിച്ചൊരു പെണ്ണിനെ അവനോട് ജോലിക്കും വിടുന്നില്ല. വെറുതെ വീട്ടിലിരിക്കുകയാണ്. അമ്മായിമ്മയ്ക്കാണെങ്കിൽ നല്ല പ്രായമുണ്ട്. നിനക്കറിയാമല്ലോ ആ വീട്ടിലെ സിറ്റുവേഷൻസ്. ഞാനെങ്ങനെ അറിയാനാ? അമ്മയ്ക്കറിയാവുന്ന സ്ത്രീയല്ലേ. എങ്കിൽ ഇതാ സിറ്റുവേഷൻ. നീ പോ. എന്നിട്ട് അവൾ നിന്നെ ആദ്യം ട്യൂഷൻ എടുക്കട്ടെ. അത് കണ്ടിട്ട് അവൾക്ക് ധാരാളം കുട്ടികൾ വരട്ടെ. അങ്ങനെ അവളുടെ വിഷമവും മാറും. ഓഹോ, ട്യൂഷൻ എടുക്കാത്തതുകൊണ്ട് അവർക്ക് വലിയ വിഷമമാണോ? ട്യൂഷൻ എടുക്കാത്തതുകൊണ്ടല്ല, അവൾക്ക് പുറത്തിറങ്ങി പോകാൻ ഒരു ഓപ്ഷൻ ഇല്ല. അവൾക്ക് ജോലിയില്ല. ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ്. ഒരു റിലാക്സേഷൻ വേണ്ടേ? പിന്നെ നീ ആയപ്പോൾ അവൾ കണ്ണുപൂട്ടി സമ്മതിച്ചു. അവളുടെ ഭർത്താവിന് പ്രശ്നമില്ല. കാര്യം, നിൻ്റെ പപ്പ അവൻ്റെ ബന്ധക്കാരനാണ് അവിടെ ഭർത്താവിൻ്റെ. കേട്ടോ, നീ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ പോയത്. ആ ചേച്ചിയുമായിട്ട് ഞാൻ അധികം സംസാരിച്ചിട്ടേ ഇല്ല. മില്ലിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. ചിലപ്പോൾ അമ്മ എന്തിയെ മോനെന്ന് ചോദിക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ അവരോട് വന്നിട്ട് ഒത്തിരി കാലമൊന്നും ആയില്ലല്ലോ. വലിയ പരിചയമില്ല. മോൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോന് തനിയെ ട്യൂഷൻ എടുക്കണമെന്ന്. ഇനി ഇവിടെ ഇപ്പോൾ ഇത് കണ്ട് പിള്ളേർ വന്നെന്ന് പറഞ്ഞാലും മോൻ തനിയാകും ട്യൂഷൻ എടുക്കുക. നിന്നെ ഡിഗ്രിയിൽ നല്ലൊരു മാർക്ക് വാങ്ങി ജയിപ്പിക്കണം എന്നുള്ളത് ചേച്ചിയുടെ ആഗ്രഹമാണ്. അത് ഞാൻ തീർച്ചയായിട്ടും നിറവേറ്റി കൊടുക്കും. വാശിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കത്രേ വാശിയൊന്നുമില്ലെന്ന്. നിനക്ക് വാശിയില്ലെന്നും മടിയാണെന്നും ചേച്ചി പറഞ്ഞു. ശരിയാക്കി തരാം. എന്തായാലും വൈകുന്നേരം വരണം. നമുക്ക് ഒരു 7 മണി മുതൽ 9 മണി വരെ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആയാലും മതി. അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ തലയാട്ടി. അങ്ങനെ തുടങ്ങിയ ട്യൂഷനാണ്. എന്നോട് ആദ്യമേ ചോദിച്ചു, നിനക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്, എങ്ങനെയാണെന്ന്. ഞാനെല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നത്. എനിക്കത് പെട്ടെന്ന് മനസ്സിലായി. എന്തോ ഒരു അത്ഭുതം പോലെ. പക്ഷേ ഇതിനേക്കാളുമൊക്കെ പുഷ്പ ചേച്ചി എനിക്ക് ഇഷ്ടപ്പെടാൻ വേറൊരു കാര്യമുണ്ട്. എപ്പോഴും സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. നല്ല സൗന്ദര്യം മാത്രമല്ല, അവരടുത്ത് വരുമ്പോഴേക്കും ആകെ ഒരു സൗരഭമാണ്. ഒരുമിച്ച് സുഗന്ധമുള്ള 100 കൂട്ടം പൂക്കൾ പോകുന്നതുപോലെ ഇരിക്കും. വൃത്തിയാണെങ്കിൽ അവരെ കണ്ട് വൃത്തി പഠിക്കണം. മുടിയൊക്കെ പട്ടുപോലെ മിനുസമാണ്. കണ്ണുകൾ ഒക്കെ കരിമഷിടേണ്ട കാര്യമില്ല. കരിങ്കൂവള മിഴി. മുഖത്ത് ഒരു രീതിയിലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടെത്താൻ കഴിയില്ല. അത്രയ്ക്കും നല്ല സ്കിന്നാണ്. ദേഹം മുഴുവനും അങ്ങനെ തിളങ്ങുന്ന ചർമ്മമുള്ള. ശരിക്കും ഇവരെ വല്ല സിനിമ നടിയോ സീരിയൽ നടിയോ ഒക്കെ ആകേണ്ടതാണ്. അല്ലെങ്കിൽ മോഡലിന് പോകാം. പാദങ്ങൾ കണ്ടാലും വൃത്തി കൊണ്ട് നമുക്കവരോട് ബഹുമാനം തോന്നും. ഒരുപക്ഷെ അവരുടെ ഭർത്താവിന് അസൂയായിരിക്കും. അതുകൊണ്ടായിരിക്കും പുറത്തെങ്ങും പോകണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും അവരുടെ വെഡ്ഡിംഗ് ഫോട്ടോ കണ്ടു
കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാര്യം അങ്ങേർക്കൊരു തന്ത വൈബ്. എൻ്റെ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേതവുമില്ലാത്ത ഒരു മനുഷ്യൻ. അങ്ങേർക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ എങ്ങനെ കിട്ടി? സത്യം പറഞ്ഞാൽ അങ്ങയുടെ ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി റിച്ചാണ്. ടൗണിൽ കുറേ കടമുറികളൊക്കെ ഉണ്ട്. ഭർത്താവ് വലിയ റിച്ചാണ്, പക്ഷേ കടുപ്പിടുത്തക്കാരനുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ടാ പുഷ്പ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, പുഷ്പയിച്ച ഒരു കുഴപ്പമില്ല, സൂപ്പറാണ്. പക്ഷേ ചില സമയത്ത് ഒരു ആബ്സെൻറ്റ് മൈൻഡ് പോലെ അമ്മേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ എടാ, നിനക്കിതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുക, ഡിഗ്രിക്ക് പഠിക്കുകയാണല്ലോ, പ്രായപൂർത്തിയായെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും സാമ്പത്തികമായി തകർന്നൊരു വീട്ടിലെ ആളാണ് അവൾ. അവരുടെ വീട്ടിൽ നേരത്തെ പണമൊക്കെ ഉണ്ടായിരുന്നു. ബിസിനസ്സോ മറ്റോ ചെയ്ത് അവളുടെ അച്ഛൻ തന്നെയാണ് എല്ലാം നശിപ്പിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കടമെല്ലാം വെട്ടിയിട്ട് ഇവളെ കെട്ടാന്ന് പറഞ്ഞ് കെട്ടുപ്രായം കഴിഞ്ഞ് മൂത്ത് നിറച്ച് നിന്ന് ഈ മനുഷ്യൻ ചെല്ലുന്നത്. ഇങ്ങേർക്കാണെങ്കിൽ പൂത്ത പണമുണ്ട്, പക്ഷേ പെണ്ണൊട്ട് കെട്ടിയിട്ടുമില്ല. എന്തോ തടസ്സമുണ്ട്, എന്താണെന്നും അറിയില്ല. എന്തായാലും വീട്ടുകാരെല്ലാം കൂടെ നിർബന്ധിച്ചിട്ടാണ് ആ കല്യാണം നടന്നത്. ശരിക്കും ആ വീട്ടുകാർക്ക് വേണ്ടി അവൾ ഒരു ബലിയാടാകുകയായിരുന്നു. അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇവക്കും സാമ്പത്തികമായ പ്രശ്നങ്ങളില്ല, പക്ഷേ കൂട്ടിലടച്ചതുപോലെയായി. ദൂരെ ഇരുന്ന് അയാൾ നിയന്ത്രിക്കുകയാണ്. പിന്നെ ആകെക്കൂടെയുള്ളൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും മാത്രമേ നാട്ടിൽ വരികയുള്ളൂ. അതാണ് ഒരാശ്വാസം. അല്ലാതെ അവർക്ക് രണ്ടുപേർക്കും ഒരു മനപ്പൊരുത്തവുമില്ല. രണ്ടുപേരും തമ്മിൽ ആനയും ആടും പോലെയാണ്. എല്ലാം സഹിച്ച് അവൾ ജീവിക്കുകയാണ്. ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ എന്തെങ്കിലും ഇൻ്റർവ്യൂവോ ജോലിയോ കിട്ടുവാണെങ്കിൽ മാത്രം പോകാം, അല്ലാതെ പ്രൈവറ്റ് സെക്ടറിൽ വിടില്ല. പിന്നെ ബാംഗ്ലൂർ വേണമെങ്കിൽ ജോലി അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാര്യം ബാംഗ്ലൂരിൽ അയാൾക്ക് സ്വന്തമായ വീടോ ഫ്ലാറ്റോ ഏതാണ്ടൊക്കെ ഉണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ബാംഗ്ലൂർ സെറ്റിലാകാനാണ് അങ്ങേർക്ക് ഭാവിയിലെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലമ്മേ, ഇങ്ങേർക്ക് ഇത്രയും പണം ഉണ്ടല്ലോ, എന്തുകൊണ്ട് അയാൾ നേരത്തെ കല്യാണം കഴിക്കാതിരുന്നത്? അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ പറയും? പണ്ടേ അങ്ങേർക്കൊരു പ്രേമമുണ്ട്. അത് പക്ഷേ അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. അവരുടെ കല്യാണം കഴിഞ്ഞ് അവർ ഈ നാട്ടിൽ തന്നെയായിരുന്നു. അവളുമായിട്ട് എന്തൊക്കെയോ ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇണങ്ങോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അങ്ങേര് കല്യാണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് എന്നൊക്കെ പറയുന്നു. സത്യം എന്താണെന്ന് ആർക്കറിയാടാ? എന്തായാലും നല്ല സുന്ദരിയായ കിളി പോലുള്ള ഒരു കിളുന്ത് പെണ്ണ് ഒരു കാട്ടാളൻ്റെ കയ്യിൽ പെട്ടല്ലോ എന്നാണ് എനിക്ക് ദുഃഖം. ശരിയാകും. എന്തായാലും അവൾ കുറേയധികം പരീക്ഷകൾക്കൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. ദൂരെ എവിടെയെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ, കേന്ദ്ര സർക്കാരോ സർക്കാർ ജോലി കിട്ടിയിരുന്നെങ്കിൽ അവൾക്ക് കുറച്ച് നഗരത്തിലോ മറ്റു പോയി താമസിക്കാമായിരുന്നു. അപ്പോൾ അമ്മായിമ്മ എന്ത് ചെയ്യും? അതൊക്കെ നോക്കാൻ വേറെ പെൺമക്കളൊക്കെ ഇല്ലേ, നോക്കിക്കോളും. ഒരു കണക്കിൽ നോക്കുമ്പോൾ ആ കൊച്ചിൻ്റെ കാര്യം കഷ്ടമാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് ഒരു റിലാക്സേഷൻ വേണമല്ലോ. അതുകൊണ്ട് മോളെ, പഠിപ്പ് മറക്കണ്ട, നിന്നെ അങ്ങ് ട്യൂഷൻ എടുക്കാൻ ഇനി പിള്ളേർ വരെ നോക്കിക്കോ. എന്തായാലും ഞാൻ ആ ഫാമിലിയിലെ ഒരു മെമ്പറെ പോലെയായി. ഇടയ്ക്ക് ഭർത്താവ് വിളിക്കുമ്പോൾ വീഡിയോ കോളിൽ ഞാനും സംസാരിക്കും. പുള്ളിക്കാരി 6 മുതൽ 7 വരെ വേറെ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു 12 കുട്ടികൾ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തനിയെ ക്ലാസ്. അത് അമ്മയുടെ ആവശ്യപ്രകാരമാണ്. ഇടയ്ക്ക് അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ തോളിൽ കൈയിട്ടൊക്കെ സംസാരിച്ചു. അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മയോട് ചോദിച്ചു, അല്ലമ്മേ, പുഷ്പ ചേച്ചി എൻ്റെ തോളിൽ കൈയിട്ട് സംസാരിക്കുന്നു, അത് അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നിയോ? എനിക്കിത് തോന്നാനാടാ, അവൾക്ക് ആങ്ങളമാരില്ലല്ലോ, നിന്നെ കണ്ടപ്പോൾ ആങ്ങളയായിട്ട് തോന്നിക്കാണും, അത്രയേ ഉള്ളൂ. ചെക്കൻ്റെ മനസ്സിൽ വേറെന്തുണ്ടെന്ന് തോന്നുന്നു. നിൻ്റെ പ്രായമല്ലേ എടാ, അവളൊരു സുന്ദരിയാണെന്ന് വെച്ചിട്ട് നീ ആവശ്യമില്ലാത്ത രീതിയിൽ അവളെ നോക്കല്ലേ കേട്ടോ. അതൊന്നും ശരിയല്ല. നിൻ്റെ കൂടെ പഠിക്കുന്ന പെണ്ണുങ്ങളില്ലേ, അവരാരെങ്കിലും കയറി പ്രേമിക്കുക, അല്ലാതെ വേറൊരുത്തിൻ്റെ ഭാര്യയല്ലേ പ്രേമിക്കേണ്ടെന്ന് പറഞ്ഞു. അമ്മ എന്തോ, ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. നിൻ്റെ പ്രായം കഴിഞ്ഞാൽ ഞാൻ വന്നത്. അപ്പോൾ അമ്മ ആ പ്രായത്തിൽ ഒത്തിരി പേരെ പ്രേമിച്ചിട്ടുണ്ടോ? ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ചില കല്യാണം കഴിച്ച സാറുമാരുണ്ടല്ലോ, അവരെയൊക്കെ കാണുമ്പോൾ അവരുടെ ഭാര്യമാരൊന്നും കൊള്ളില്ല, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് സ്വപ്നം സത്യമാകില്ലല്ലോ. ഒന്നും നടന്നില്ല. ഞാൻ നിൻ്റെ അച്ഛനെ കല്യാണം കഴിക്കുകയും ചെയ്തു. പിന്നെ വേറൊരു കാര്യം, പിന്നെ നിന്നെ അവിടെ പഠിക്കാൻ വിട്ടത് കണക്ക് പഠിക്കാനാണ്, അല്ലാതെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കാനല്ല, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ അമ്മയോടൊന്നും ചോദിക്കാൻ പറ്റില്ല. അമ്മയാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ തുറന്നു പറയും. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറ്റക്കാരനായി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരി അമ്മയാണ്. കല്യാണം കഴിച്ച സാറുമാരെ മോഹിച്ച അമ്മ. എന്താ കേട്ടിട്ട് തന്നെ തൊലി ഉരുന്ന പോലെ തോന്നുന്നു. തൊലി ഇത്തിരി ഉരുകയാണെങ്കിൽ ഉരിയട്ടെ, ഞാൻ സബോളി പെരട്ടിക്കോളാം എന്ന് പറഞ്ഞു. അല്ലമ്മേ, ഈ കഥകളൊക്കെ എൻ്റെ പപ്പയ്ക്കറിയാമോ? പിന്നെ നിൻ്റെ അച്ഛൻ അറിയാവുന്ന കഥകൾ മാത്രമേ
ഞാൻ പറയാറുള്ളൂ. അല്ലാതെ പുതിയ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയുടെ ചെവിയിൽ പോയി നീ ഓതും. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടെന്ന് നോക്കിയിരിക്കുകയാണ്. അങ്ങയുടെ കഥ അതിനേക്കാൾ വിചിത്രം. അച്ഛൻ്റേതല്ലേ മോനെ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 10 ഗുണം 10 ഗുണം. എന്തായാലും ഇതെല്ലാം അച്ഛനറിയാം. ഞാനേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കൂടുതൽ അങ്ങോട്ട് സന്തോഷിക്കേണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഒരു ദിവസം പുഷ്പേച്ചി അമ്മയെ വിളിച്ച് പറഞ്ഞത്, ചേച്ചി എനിക്ക് ബാംഗ്ലൂരിൽ ഒരു എക്സാം വന്നിട്ടുണ്ട്, പോകണമെന്നുണ്ട്. നീ പോടി, അതിനെന്താ, കൂടെ വരാൻ ആരുമില്ല. ഞാൻ റോബിനെ കൂടെ കൊണ്ടുപോട്ടെ. ഹസ്ബൻഡ് പ്രശ്നമില്ല, വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. ഇവനെയാണെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു കിട്ടും, എടീ അവൻ കൊച്ചുകുട്ടി ഒന്നുമല്ല കേട്ടോ, നല്ല പ്രായപൂർത്തിയായ ഒരു ചെക്കനാണ്. കണ്ടാൽ കൊച്ചാണെന്ന് തോന്നും. അച്ഛൻ്റെ അല്ലേ വിത്ത്, നീ സൂക്ഷിക്കണേന്ന് പറഞ്ഞു കിട്ടു. അപ്പം അപ്പുറത്തുനിന്ന് ചേച്ചി പറഞ്ഞതല്ലേ, ഞാൻ നന്നായി സൂക്ഷിച്ചോളാം, അവനെ ഞാൻ കൊണ്ടുപോയിക്കട്ടെ എന്ന് പറയുന്നു. അതിനെന്താടി, നീ കൊണ്ടുപോക്കോ, 2, 3, 4 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് AC ചെയർക്കാറിൽ കയറിയത്. കയറി കഴിഞ്ഞപ്പോഴേ ചേച്ചി പറഞ്ഞു, എടാ എന്താണെന്നറിയില്ല, ഭയങ്കര തണുപ്പാണല്ലോ ഇതിനകത്ത്. ഞാൻ ഓർത്തു, ശരിയാ, ട്രെയിനകത്ത് സാധാരണ ഉള്ളതിനേക്കാൾ കൊടും തണുപ്പാണ്. പുതിയ കോച്ച് വലുതുമായിരിക്കും ചേച്ചി, അതുകൊണ്ടായിരിക്കും നല്ല തണുപ്പെന്ന്. ചേച്ചിയാണെങ്കിൽ കമ്പിളി എടുത്ത് ദേഹത്ത് ചൂടിക്കൊണ്ടാണ് ഇരുന്നത്. ഇങ്ങോട്ട് ചേർന്നിരിക്കിച്ചേക്ക, നമുക്ക് കഥകളൊക്കെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ചേച്ചി പഴയ കഥകളൊക്കെ പറഞ്ഞത്. ഈ വിവാഹം എങ്ങനെ നടന്നു എന്നുള്ളത് ചേച്ചി പറഞ്ഞു. കാര്യം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. അത് എന്തായാലും നടക്കില്ലെന്നറിയാം. കാര്യം ജാതി വേറെയാണ്. അങ്ങേർ വലിയൊരു പണക്കാരനുമാണ്. അന്നേ ചേച്ചിയുടെ ഫാമിലിക്ക് പേര് മാത്രമേ ഉള്ളൂ, സാമ്പത്തികം ഒത്തിരി കുറവാണ്. ആ കല്യാണം നടക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സുന്ദരനായ ഒരു പുരുഷനെ സ്വന്തമാക്കാൻ വേണ്ടി അയാൾ പറയുന്ന സ്ഥലത്തൊക്കെ ചേച്ചി കറങ്ങി നടന്നു. അയാളുടെ കൂടെ ഓരോ നിമിഷവും ചെലവഴിക്കാൻ ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ദൂരസ്ഥലങ്ങളിൽ പോലും റിസ്ക് എടുത്ത് ചേച്ചി പോയിട്ടുണ്ട്. കാര്യം ഇഷ്ടം പോലെ പണമുള്ളത് കൊണ്ട് അങ്ങേർക്ക് പോകാനും ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഡിഗ്രി മുതൽ PG വരെയുള്ള 5 വർഷത്തിലെ കാലയളവിൽ ചേച്ചി ഒത്തിരി കറങ്ങി നടന്നു. അതിൻ്റെ ഇടയ്ക്ക് 2 വട്ടം അബദ്ധം പറ്റുകയും ചെയ്തു. ആ 2 വട്ടവും കോയമ്പത്തൂർ പോയാണ് അയാളെല്ലാം ശരിയാക്കി കൊടുത്തത്. എന്നുവെച്ചാൽ അത്രയ്ക്ക് പിടിപാടുള്ള ആളായിരുന്നു. അന്ന് ചേച്ചി അത് കാമുകൻ്റെ ഒരു വലിയ ഗുണമായി കരുതി. കാര്യം വലിയ പിടിപാടുള്ള ആളാണല്ലോ എന്ന്. പക്ഷേ അങ്ങനെയല്ല, അങ്ങേർക്ക് ഇത് തന്നെയാണ് തൊഴിലെന്ന് പിന്നീട് പുള്ളിക്കാരി റിജക്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഇതേപോലെ ഒത്തിരി സ്ത്രീകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള 2-3 പേരെ ചേച്ചി കണ്ടപ്പോഴാണ് ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലായത്. എന്തായാലും ഇഷ്ടമുള്ളതുപോലെ നടന്നതിന് ആരെ കുറ്റം പറയാനാണ്. തട്ടുകേട് പറ്റി, പക്ഷേ എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് ആരും അറിയാതെ കരകയറി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിൻ്റെ തകർച്ചയിൽ ചേച്ചി ജീവിച്ചിരുന്നപ്പോഴാണ് ഈ കല്യാണാലോചന വന്നത്. അപ്പോൾ പിന്നെ ചോയ്സുകളൊന്നുമില്ല. വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ചേച്ചി അതിന് തലകുനിക്കുകയായിരുന്നു. എല്ലാവർക്കും ഓരോ കഥകൾ കാണുമല്ലോ മാഡം, അത് പറഞ്ഞ് ചേച്ചി വിതുമ്പിക്കരഞ്ഞു. മോനെ, നിനക്കറിയാമോ, ഭർത്താവ് എന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ. അങ്ങേർക്ക് എന്നെ വലിയ കാര്യമാണ്, സ്നേഹമാണ്, സ്ട്രിക്റ്റാണ്. എങ്കിലും ഞാൻ നിന്നോട് തുറന്ന് പറയാം, വെട്ടിയിട്ട വാഴത്തടയോ ചേനത്തടയോ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരാളാണ്. പണ്ടയാൾ ആനയോ ചേനയോ ഒക്കെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങേർക്ക് ആനയുമില്ല ചേനയുമില്ലെന്നുള്ള അവസ്ഥയിലാണ്. ചുരുക്കം പറഞ്ഞാൽ സ്നേഹവും സ്ട്രിക്ട്നെസ്സും ഭർത്താവ് ചമയിലും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തദൈവ. നിനക്കറിയാമല്ലോ, ഞാൻ ചതിക്കപ്പെട്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ 5 വർഷം ഉണ്ടായിരുന്നത് ഗന്ധർവനെ പോലെ സുന്ദരനായ ഒരു പുരുഷനാണ്. നിനക്ക് പുള്ളിയുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ മൊബൈലിൽ കാണിച്ചു. ഇപ്പോഴുള്ള ഫോട്ടോയും കാണിച്ചു, മുൻപുള്ള ഫോട്ടോയും കാണിച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹം ശരിക്കും സുന്ദരൻ തന്നെയാണ്. അതേടാ മോനെ, പക്ഷെ എന്ത് ചെയ്യാനാണ്, സൗന്ദര്യം ഉപയോഗിച്ച് അങ്ങേർ കറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ USA-യിലാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലിരുന്ന ഫോട്ടോയാണ്, അതാണ് പുതിയത് എന്ന് പറഞ്ഞു. ചേച്ചിക്ക് നഷ്ടബോധം തോന്നുന്നുണ്ടോ? ഉണ്ട്, ഇത്രയും സുന്ദരനായ ഒരു പുരുഷനെ ഇനിയിപ്പോൾ കണ്ടുപിടിക്കാൻ പാടാണ്. എന്ന് വെച്ചിട്ട് ആ ചതേനെ എന്തിനാ കൂടെ നിർത്തുന്നത്? പോയത് നന്നായെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറെ ഒരു കോയിൻസിഡൻസ് ഉണ്ട്. അങ്ങേര് ചിരിക്കുമ്പോഴേക്കും നല്ല രസമാണ് കാണാൻ. നല്ല നിരയൊത്ത പല്ലുകളാണ്, അതുകൊണ്ട് ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ആ ചിരി നിനക്ക് കിട്ടിയിട്ടുണ്ട്. ചിരിക്കുമ്പോൾ അങ്ങേരുടെ ഒരു ഷേപ്പ് വരുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ എൻ്റെ ചിരി മാത്രമേ കൊള്ളുള്ളൂ. എന്തായാലും അങ്ങേരുടെ അത്ര സുന്ദരനല്ല നീ. പിന്നെ പല്ലുകൾ കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു, അതേപോലെ ഭംഗിയുള്ളതാണ്. ചിരിക്കുമ്പോഴും അതേപോലെ തോന്നുന്നു. വേറെ എന്തെങ്കിലും ഇനി സാമ്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി
ഞാനെങ്ങനെ പറയും എന്ന് ചോദിച്ചു. എനിക്കപ്പോൾ നാണം വന്നു. എൻ്റെ മുഖത്ത് നാണം കണ്ടിട്ടും ഞാൻ പറഞ്ഞപ്പോഴേക്കും ചെറുക്കനങ്ങ് തൊടുത്തല്ലോ. എന്തായാലും ഞാനുള്ളതാ പറഞ്ഞേ. എൻ്റെ ഒരു കാമുകൻ്റെ ഭാവം ഞാൻ നിന്നിൽ കാണുന്നുണ്ട്. അതാണോ ചേച്ചി എന്നെ കൂട്ടി വിളിച്ചത്? ഓ, അതൊന്നുമല്ല, വേറെ ആരുമില്ല. ഭർത്താവ് സമ്മതിക്കേണ്ടേ വേറൊരാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? എന്നെ കൊണ്ടുപോകാൻ എന്താ ഹസ്ബൻഡ് സമ്മതിച്ചത്? നീ വന്നപ്പോഴേ പറഞ്ഞു നിനക്കൊരു കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ്, കുഞ്ഞുങ്ങളെപ്പോലെയാണ് ചേച്ചി നിന്നെ ഹാൻഡിൽ ചെയ്യുന്നത്, ഒന്നും അറിയില്ല എന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞു. അത് വിശ്വസിച്ചു. സത്യം പറയുന്നത് നിനക്ക് എന്തിനും അറിയാമോ ഇല്ലയോ എന്ന് എനിക്കും അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കെല്ലാം അറിയാം. ചേച്ചിയോട് പറഞ്ഞിരുന്നു ചെറുക്കൻ വിളഞ്ഞ വിത്താണ്, നീ ശ്രദ്ധിക്കണേന്ന്. ഞാൻ നല്ല സുന്ദരിയാണെന്നൊക്കെ നീ ചേച്ചിയോട് പുകഴ്ത്തി പറഞ്ഞു. അത് പിന്നെ ചേച്ചി സുന്ദരിയാണല്ലോ, ഇതിനെ പുകഴ്ത്തേണ്ട കാര്യം? ഉള്ളതുപോലെ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞത് ചേച്ചിക്കാണ് യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം, ചേച്ചി സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഹാ, ചേച്ചി അങ്ങനെ പറഞ്ഞു? എന്നിട്ട് നേരിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലയോ? നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചേച്ചി നാട്ടിൽ നിന്ന് സിനിമയിലോ മറ്റോ അഭിനയിക്കാനായി അങ്ങ് പുറപ്പെട്ടു പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെക്കൻ ഒറ്റാടി വെച്ച് തരും കേട്ടോ എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി മറ്റു കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ പേഴ്സണലി ഒത്തിരി വിഷയങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു. അത് കഴിഞ്ഞാണ് കിടന്ന് ഉറങ്ങിയത്. പിറ്റേ ദിവസം ബാംഗ്ലൂരിലെത്തി. പിറ്റേന്ന് രാവിലെ 10 മണിക്കാണ് എക്സാം. കാര്യം അന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രീ ആണ്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടന്നു. പിന്നെ ചേച്ചി ഉച്ചയപ്പോൾ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടുത്തെ പാർക്കിലേക്കൊന്ന് പോകാം, മൊത്തം പ്രണയ ജോഡികളാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഈ കാഴ്ചകൾ ആയി വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ല ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? എടാ, ചേച്ചിയുടെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി പോകാത്ത സ്ഥലങ്ങളില്ല. ഹമ്പടി മിടുക്കി എന്ന് പറഞ്ഞ് ഞങ്ങൾ പാർക്കിനുള്ളിൽ കയറി. അവിടെ അതിവിശാലമായ നൂതന ലോകം. അത് കണ്ട് ഞങ്ങൾ ഞെട്ടി. ആളുകൾക്ക് ഒരു മടിയുമില്ല. പ്രണയലീലകൾ ഊയലാടുന്ന ഒരു അന്തഃപുരമാണെന്ന് പറയാം. എന്തായാലും കണ്ടും കേട്ടും ഞങ്ങൾ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എന്തായാലും നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മളൊരു പ്രണയ ജോഡികളായില്ലെങ്കിൽ പിന്നെന്താ? ചേച്ചി എന്തായി പറഞ്ഞത്? ഇവിടെ വന്നപ്പോൾ എനിക്ക് പഴയ കാമുകനെ ഓർമ്മ വരുന്നു. അയാളെ ഉപമിക്കാൻ തക്കവണ്ണം നീ ഉണ്ടല്ലോ, നമുക്ക് ദേ ഈ പുൽത്തകിടിയിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. ചേച്ചി ഇരുന്നു. ഞാനും ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, എൻ്റെ മടിയിൽ തല വെച്ച് കിടക്ക്, ഞാൻ ദേ തലയിൽ ഇങ്ങനെ ചുമ്മാ തലോടാം. അതെന്തിനാ ചേച്ചി? എടച്ചക്ക, ഇത്രയും പേര് മറയില്ലാതെ ഇവിടെ പ്രണയലീലകളിലേക്ക് പോകുന്നു, നമുക്കെന്താ, നമുക്ക് സാധാരണമായി ഇരുന്ന് കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിരിക്കാനല്ലോ പറഞ്ഞത്. ആ, ഇരിക്കുവാണെങ്കിലും അല്ലെങ്കിലും നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ചേച്ചിയാണ് ബലമായി എന്നോട് പറഞ്ഞത്. അങ്ങനെ ചേച്ചി എൻ്റെ തലമുടകളിൽ തലോടാൻ തുടങ്ങി. എനിക്ക് ഉറക്കം വരുന്ന പോലെ തോന്നി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ദേ അപ്പുറത്തേക്ക് നോക്കൂ, ഒരു പെണ്ണും ചെക്കനും ഇതേപോലെ. ഞാൻ പറഞ്ഞു, ആ ചെക്കൻ എന്താ അവിടെ കാണിക്കുന്നത്? പോപ്പോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, ആ ചെക്കൻ ഒരു മാതൃക കാണിക്കുകയാണ്, നിനക്കത് അനുകരിച്ചുകൂടെ? ആണുങ്ങളെ അനുകരിക്കുന്നത് തെറ്റൊന്നുമല്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഉള്ളതാണോ ചേച്ചി പറഞ്ഞത്? അതെ മോനെ, അതിനേക്കാൾ കൂടുതൽ നീ അനുകരിക്കണം, എങ്കിലേ എനിക്ക് പ്രശ്നങ്ങൾ തീരൂ. എനിക്ക് സത്യം പറഞ്ഞാലില്ലേ, ഞാൻ ഒരു വരപ്പത്ത് നിൽക്കുകയാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നില്ലാതെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എക്സാം ഒക്കെ എഴുതും, കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു മോനെ, പോപ്പോയ്ക്ക് നീ ഒരു രീതിയിലും ഒരു ഭംഗവും വരുത്തില്ലെന്ന് പറഞ്ഞു. എനിക്കിത്തിരി പേടിയുണ്ടായിരുന്നു. എങ്കിലും ചേച്ചി ഒത്തിരി സഹായ സഹകരണങ്ങളോടുകൂടിയാണ് എന്നെ അതിലേക്ക് നയിച്ചത്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തു കൊതിച്ചു തന്നെ വിധിച്ചു. ഇതൊരു മഹാഭാഗ്യമാണ്. ചേച്ചി കൈകൾ നീട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട ചേച്ചി, റിസ്ക് ആണ്, ഇതേപോലെയല്ലെന്ന്. ചേച്ചി പറഞ്ഞു, ഇവിടെ ഇതൊരു റിസ്ക് അല്ല മോനെ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാനൊന്ന് നോക്കട്ടെ, എൻ്റെ പഴയ കാമുകനെ അനുസ്മരിപ്പിക്കുന്ന എന്തെങ്കിലും ഒളിഞ്ഞുകിടപ്പുണ്ടോ എന്ന്. ചേച്ചി അങ്ങനെ ഇനിഷ്യേറ്റീവ് ചെയ്തപ്പോൾ എനിക്ക് തടസ്സം പറയാൻ പറ്റില്ലല്ലോ. ഞാനും ആകെ വേറെ മാനസികാവസ്ഥയിലായി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, വാ നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. എന്താ ചേച്ചി, ചേച്ചിക്ക് എന്തെങ്കിലും ഇച്ഛാഭംഗമുണ്ടായോ എന്നെനിക്ക് തോന്നി. ഒന്നും പറഞ്ഞില്ല, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എനിക്കാകെ നിരാശയായി. ഞങ്ങൾ പെട്ടെന്ന് ഹോട്ടലിൽ ചെന്നു. ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ ഭാവം പെട്ടെന്ന് മാറി. വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന്. ചേച്ചി പറഞ്ഞു, മോനെ, പഴയ ഓർമ്മകളെ ഒഴുക്കിക്കളയാനുള്ള മികച്ച ഒന്ന് ഞാൻ കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് പെട്ടെന്ന് നമുക്കിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത്. എനിക്കിന്ന് ആടിത്തിമിർക്കണം. ഓർമ്മകൾ ഒരു പെരുമഴയായി ഇന്ന് ഒഴുകി ഒലിച്ചു പോകണം. അതാണ് ചേച്ചിയുടെ ഉദ്ദേശം.
ചേച്ചിക്ക് പുതിയ ജീവിതത്തിലേക്ക് കടക്കണം. ഇത്രയും നാളുമുള്ള എല്ലാ ഫ്രസ്ട്രേഷനും തീർക്കണം. ചേച്ചിക്ക് ഇന്ന് ആടണം, പാടണം, ചുറ്റിത്തിരിയണം. വാടാ ഇങ്ങോട്ട്. എൻ്റെ താണ്ഡവം നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് പറയാനുള്ള ഒരവസരം കിട്ടിയില്ല. കാര്യം താണ്ഡവം ഞാനും കണ്ടിട്ടും കേട്ടിട്ടുമില്ലായിരുന്നു. അന്നാണ് കണ്ടതും കേട്ടതും. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയില്ല. ഫുഡെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. ചേച്ചി പറഞ്ഞു, ചിലപ്പോൾ നിനക്ക് പ്രയാസം കാണുമായിരിക്കും, എങ്കിലും ചേച്ചിക്ക് ഒരു സ്റ്റോപ്പേജ് ഇല്ല മോനെ എന്ന് പറഞ്ഞ് ചേച്ചി ഇടതടവുകളില്ലാതെ ചുവടുകൾ വെച്ചു. നാട്ടിൽ ഒരു തിരിച്ചറിവോടെ ഞാൻ വന്നു. തിരിച്ചു വന്നപ്പോൾ എന്നോട് ചേച്ചി പറയുകയാണ്, ഒരു കണക്കിന് നോക്കുമ്പോൾ നിൻ്റെ അമ്മയ്ക്കാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത്, അച്ഛൻ്റെ അതേ തനി ഗുണമാണ് മോനും അച്ഛൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ചേച്ചി നിൻ്റെ അച്ഛൻ്റെ ചില പ്രത്യേക കാര്യങ്ങളും വർണ്ണിച്ചു. അതാണ് പാർക്കിൽ വെച്ച് ഞാൻ എൻ്റെ പഴയ കാമുകരുമായി ഒന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് തേടിപ്പോയത് എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. അമ്മയപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നോ അതോ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അമ്മയ്ക്കെല്ലാം അറിയാമോ ചേച്ചി എന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി പൊട്ടിച്ചിരിച്ചു. അമ്മയ്ക്ക് എന്താ അറിയാതിരിക്കാൻ? അമ്മ എന്താ ബുദ്ധിമതിയല്ലേ? അമ്മയ്ക്കതൊന്നും പ്രശ്നമല്ലടാ. നീ ഇങ്ങോട്ട് വാ, ഇനിയും നമ്മൾ കണ്ടിന്യൂ ചെയ്യും. എപ്പോഴും നമ്മൾ പിരിയാതെ ഈ നാട്ടിൽ തന്നെ കാണും. ഞാൻ നീ ജോലിക്കൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. മാഡം, അന്ന് തുടങ്ങിയതാണ് ഇതെല്ലാം. എൻ്റെ അമ്മയ്ക്ക് അറിയാൻ തോന്നുന്നു. തെളിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും അമ്മ ഒന്നിനും ഒരു തടസ്സം പറഞ്ഞിട്ടില്ല. എന്തായാലും ആ ബന്ധം സ്മൂത്തായി പോയി. കുറച്ച് വർഷങ്ങൾക്ക് അപ്പുറം എനിക്ക് വിവാഹാലോചന വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞത് ഒന്നേ ഉള്ളൂ, എല്ലാം നടക്കട്ടെ, പക്ഷേ നീ എന്നെ കൈവിടരുതെന്നാണ്. എൻ്റെ അമ്മയാണെങ്കിലും എന്നോട് വേറൊരർത്ഥത്തിൽ പറഞ്ഞു, എല്ലാം സൂക്ഷിച്ചും കണ്ട് നിന്നോണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത്. കാര്യങ്ങൾ ഇവിടെ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ ചേച്ചിയുടെ അടുത്ത് ഒപ്പിടാൻ ഞാൻ മിക്കവാറും പോകാറുമുണ്ട്. പക്ഷേ ഇത്രയും നാളും ഒന്നുമില്ലാത്ത ഒരു കാര്യം ചേച്ചി ഇപ്പോൾ പറയുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് വിശേഷമുണ്ടാകുന്നതിന് മുമ്പ് ചേച്ചിക്ക് ആ കാര്യങ്ങൾ ക്ലിയർ ആക്കണം. ഹസ്ബൻഡ് വന്നിട്ട് പോകുന്ന സമയത്തേക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ അവരുമായിട്ടുള്ള അടുപ്പം കൂടി വരികയാണ്. വൈഫ് കൂടെ ഉണ്ടെങ്കിലും അവരാണ് പലപ്പോഴും ആ സമയത്തെല്ലാം എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. ഓവർ അറ്റാച്ച്മെൻ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ദാമ്പത്യ ജീവിതത്തിലും ഇഷ്ടക്കുറവുകൾ ഉണ്ടാകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഇതിനൊക്കെ കൗൺസിലിംഗ് ഉണ്ടോ മാഡം? ഞാൻ അതിന് പോകേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബന്ധങ്ങൾ, നമ്മളുടെ വിചാരങ്ങൾ, വികാരങ്ങൾ, ചെയ്തികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കെല്ലാം തിരിച്ചറിയാം. നമുക്കത് കൺട്രോൾ ചെയ്യാം. അവിടെയും മാനേജ് ചെയ്യാം, ഇവിടെയും മാനേജ് ചെയ്യാം. ഇപ്പം തെറ്റാണെന്ന് പറഞ്ഞാലും സദാചാരത്തിനെതിരാണെന്ന് പറഞ്ഞാലും നമ്മൾ സ്മൂത്തായിട്ടത് ഹാൻഡിൽ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് റിസ്ക് അല്ല. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ പറയുമെങ്കിലും നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ റിസ്ക് എടുക്കുമ്പോൾ അവൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്കും തിരിച്ചടിയാണ്, അല്ലെങ്കിൽ നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകും. അല്ലാതുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ബുദ്ധി ഉപയോഗിച്ച് അതിൽ നിന്ന് പിന്മാറുക, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. മനസ്സിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഡിസിഷൻ എടുത്ത് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ നമ്മളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് മനസ്സിനെ ഒരു രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിനെ ഒക്കെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത ജീവിതത്തിൽ ഒരു ബെറ്റർ തീരുമാനമെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. കാര്യം മാനസികമായ ഒത്തിരി പ്രശ്നങ്ങൾ പല രീതിയിലും നമുക്കുണ്ടാകാം. ഇത്തരം പ്രശ്നങ്ങൾ മാത്രമല്ല, സാധാരണ രീതിയിലുള്ള മാനസികമായുള്ള പ്രശ്നങ്ങളാണെങ്കിലും നമ്മളെ ബാധിക്കാം. ചിലപ്പോൾ ഒരു കാരണമില്ലാതെ ഡിപ്രഷൻ പോലെ വേണമെങ്കിലും വരാം. ആ സമയത്തും ഈ പറഞ്ഞതുപോലെ മനഃശാസ്ത്ര ചികിത്സകളും കൗൺസിലിങ്ങും ഒക്കെ നമുക്ക് പല ജീവിത കാലഘട്ടങ്ങളിലും പല സാഹചര്യങ്ങൾക്കും ഉപകരിക്കാം. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ കൺട്രോളിലല്ലെങ്കിൽ അത് ചെയ്യണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിനെ കണ്ട് ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ കേട്ടോ.